നമ്മളിനി തവനൂരേക്ക് പോവുകയാണ്. തവനൂരിൽ LDF-ഉം BJP തമ്മിലൊരു ഡീലുണ്ടെന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി VS ജോയ് ആരോപിക്കുന്നു. മീഡിയ വണ്ണോടാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടിന്റെ വലിയൊരു ഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ കാണുന്നില്ല. അത് KT ജലീലിനാണ് പതിവായി പോകുന്നതെന്നും അത് മറിച്ചു കൊടുക്കുകയാണെന്നുമാണ് VS ജോയുടെ ആരോപണം. അതേസമയം ഡീൽ ആരോപണം LDF-ന്റെ സ്ഥാനാർത്ഥിയെ KT ജലീൽ തള്ളുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കുറയുന്നുവെന്ന ചോദ്യത്തിന് ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത പാറ്റേൺ ആണ്, അതിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് ജലീലിന്റെ വിശദീകരണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നേടുന്ന വോട്ട് അതേ പാറ്റേണിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നില്ല. അത് KT ജലീലിനാണ് പോകുന്നത്. ഈ വർഷവും അത്തരമൊരു ഡീല് നടക്കുന്നുണ്ട് എന്ന് ന്യായമായും ബലമായും ഞങ്ങൾ സംശയിക്കുകയാണ്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ഡീല് സുവിദിതമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. BJPക്ക് ഇവിടെ വോട്ട് കുറഞ്ഞപ്പോൾ എൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. BJPക്ക് വോട്ട് കൂടിയപ്പോൾ എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഡീലാവുക? ആരാണ് ഡീല് നടത്തുന്നത്? വിശദാംശങ്ങളുമായി യൂനസ് അഹമ്മദ് ചേരുകയാണ്. യൂനസ്, രണ്ട് വ്യത്യസ്തമായ വാദഗതികളാണ്. ഒന്ന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടുകൾ, BJPക്ക് കിട്ടുന്ന വോട്ടുകൾ എവിടെ പോയി എന്നുള്ളത്. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള കമ്പാരിസണാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കുറയുമ്പോൾ എനിക്ക് വോട്ട് കുറയുന്നേ ഉള്ളൂ, വോട്ട് കൂടുമ്പോഴാണ് എൻ്റെ വോട്ട് കൂടുന്നതെന്ന് KT ജലീൽ പറയുന്നു. രണ്ടിനേതായ യുക്തിയുണ്ട്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാറില്ല എന്ന KT ജലീലിന്റെ വാദത്തിൽ ഒരു യുക്തിയില്ലേ? ജിമ്മി, നമുക്കറിയാം BJPക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും സ്വാധീനമുള്ള വോട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ 20,000-ഓളം വോട്ട് ലഭിച്ചിട്ടുണ്ട്. 2016 തൊട്ട് നമുക്കറിയാം 24 വരെ വലിയ വോട്ട് ശതമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്ന ഒരു സാഹചര്യം BJPക്കുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടാണ് ഇവിടെ ലഭിച്ചത്. 2019 വീണ്ടും വോട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് BJP വർദ്ധിപ്പിച്ചു. 2021 BDJ സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നത്. 9,000 വോട്ടിലേക്ക് വീണ്ടും താഴുകയും ചെയ്തു. അവിടെ തന്നെ 2024 20,000 വോട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും വലിയ തർക്കം ഇപ്പോൾ UDF ഉന്നയിക്കുകയാണ്. ഈ വലിയൊരു ഡീൽ നടക്കുന്നു, BJPയും LDF-ഉം തമ്മിൽ ഡീൽ നടക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ UDF മുന്നോട്ട് വെക്കുന്നത്. ആ ചർച്ചകളൊക്കെ നടന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ UDF പറയുന്നത്. പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഫിറോസ് കുന്നംപറമ്പിൽ എന്ന കാരുണ്യ പ്രവർത്തകനാണ്, ഒരു ചാരിറ്റി പ്രവർത്തകനാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി വന്നത്. അവിടെ KT ജലീലിനെതിരെ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ആ സമയത്ത് അവിടെ BDJ സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. 20,000-ഓളം വോട്ടുണ്ടായിരുന്ന അവിടെ BJPക്ക് 9,000 വോട്ടിലേക്ക് അവിടെ താഴുകയും ചെയ്തു. ആ വോട്ട് KT ജലീലിന് മറിച്ചു എന്നുള്ള ഒരു ആരോപണം അന്ന് തന്നെ ഉയർന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് UDF ഇപ്പോൾ ആരോപണം ശക്തമാക്കുന്നത്. 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 20,000-ലധികം വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ തവണ ഒരു ഡീല് നടക്കാനുള്ള ഒരു സാഹചര്യം, ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. KT ജലീൽ VS ജോയും തമ്മിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ BJPയുടെ ഒരു വോട്ട് LDF വാങ്ങുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമാകും. പ്രധാനമായി ഇപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പ്രധാനമായി LDF സ്ഥാനാർത്ഥിയായി KT ജലീൽ BJP സ്ഥാനാർത്ഥിയായ രവി തൈലത്തിനോട് വോട്ട് ഞങ്ങൾക്കല്ലേ എന്നുള്ളൊരു രീതിയിലാണ് ആ സംഭാഷണം ഉള്ളത്. ആ ഒരു വീഡിയോ ആരും തള്ളുന്നില്ല. ഒരു സൗഹൃദമായി ഒരു തമാശക്ക് പറഞ്ഞതാണ് എന്നാണ് KT ജലീൽ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലേക്ക് അത് പ്രചരിക്കുന്നുണ്ട്. വോട്ട് ഞങ്ങൾക്കല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് KT ജലീൽ ഉന്നയിക്കുന്നത്. ഏതായാലും അത് വ്യാപകമായി UDF പ്രചരിപ്പിക്കുകയാണ്. ഏതായാലും UDF പറയുന്നത് ഏത് ഡീലുണ്ടായാലും, എത്ര തന്നെ കൂട്ടുകച്ചവടം ഉണ്ടായാലും അതൊക്കെ തകർത്ത് UDF വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പറയുന്നത്. എത്ര തന്നെ 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും, ലക്ഷക്കണക്കിന് വോട്ട് കുറഞ്ഞാലും വർഗീയ ശക്തികളുമായി ഒരു യോജിപ്പില്ല, അവരുമായി ഒരു സന്ധിയുമില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി VS ജോയ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ KT ജലീൽ പറയുന്നത് LDF-ഉമായി തങ്ങൾക്ക് യാതൊരു ഡീലിന്റെയും ആവശ്യമില്ല. കാരണം തനിക്ക് ഭൂരിപക്ഷം കുറയുന്ന സമയത്ത് BJPക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. തനിക്ക് ഭൂരിപക്ഷം കൂടുമ്പോൾ BJPക്ക് വോട്ട് കൂടുന്ന സാഹചര്യമുണ്ട്. അത് 2015-ലാണ് അദ്ദേഹം, 16ത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം 16-ൽ 15,000-ഓളം വോട്ട് BJPക്ക് ലഭിച്ചിരുന്നു. ആ തവണ KT ജലീലിന് വോട്ട് ഭൂരിപക്ഷം കൂടുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം BDJ സ്ഥാനാർത്ഥിയാണ്, 9,000 വോട്ടാണ് അവിടെ നേടിയത്. KT ജലീൽ 2,000-ഓളം വോട്ടിനാണ് അവിടെ വിജയിച്ചു കയറിയത്.
ആ ഒരു സാഹചര്യമാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഏതായാലും ഡീൽ ആരോപണം ശക്തമായി ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ലേറെ വോട്ട് ലഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങോട്ട് മാറും, ഒരു ഡീലുണ്ടോ എന്നുള്ള ഒരു ആരോപണം UDF ശക്തമാക്കുന്നുണ്ട്. അതിനെ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്, അയാളുടെ പ്രകടനം എങ്ങനെയുണ്ട്, അതുകൂടി വിലയിരുത്തണമല്ലോ. പ്രചരണത്തിൽ സജീവമാണോ? ജിമ്മി, ആദ്യമൊക്കെ ഒരു BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണം വളരെ സജീവമായി തുടരുന്ന ഒരു സാഹചര്യം. പക്ഷേ നിലവിൽ ഈ ഒരു സാഹചര്യം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രചരണം അത് അവിടെ ഒരു മങ്ങിയ ഒരു പ്രചരണമാണ് നടക്കുന്നതെന്നുള്ള ഒരു ആരോപണം UDF മുന്നോട്ട് വെക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന രവി തേലത്താണ് കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റായ രവി തേലത്താണ് അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതും ശക്തമായ സ്ഥാനാർത്ഥിയൊക്കെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് BJP-ക്ക് മലപ്പുറം ജില്ലയിൽ ലഭിക്കാവുന്നതിൽ മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് എന്നാണ് BJP അവകാശപ്പെടുന്നത്. പക്ഷേ ഈ KT ജലീലുമായി നല്ല ബന്ധമുള്ള ഒരാളാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്, സൗഹൃദമുള്ള ഒരാളാണെന്നുള്ളൊരു ആരോപണമുണ്ട്. ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ആ വീഡിയോയിൽ വ്യക്തമായി KT ജലീൽ വോട്ട് ഞങ്ങൾക്കല്ല എന്നുള്ള രീതിയിൽ തമാശയിലാണെന്ന് പറയുന്നെങ്കിൽ പോലും ഏതായാലും വളരെ